പ്രശാന്തേ, ഒന്നും പറഞ്ഞില്ല, ഒരു കാര്യവും വിട്ടു പറഞ്ഞില്ല, എല്ലാം സ്പീക്കറെ കണ്ട ശേഷം അറിയിക്കാമെന്നാണ്. അപ്പോൾ നമ്മളൊരു കുറച്ച് മിനിറ്റുകൾ ഇങ്ങനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കാം അല്ലേ? അരമണിക്കൂറിന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. സ്പീക്കർ അല്പസമയത്തിന് തന്നെ നിയമസഭയിലേക്ക് എത്തും. ഒരു കാര്യം, ഇപ്പോൾ നിയമസഭാ സ്പീക്കറെ PV അൻവറിനെ കാണാൻ മറ്റൊരു സാഹചര്യവുമില്ല. അതായത് തൃണമൂൽ കോൺഗ്രസ് നേതാവായി മാറുന്ന അല്ലെങ്കിൽ അംഗത്വം എടുക്കുന്ന PV അൻവറിന് നിയമസഭാ അംഗത്വം രാജിവെച്ച് മതിയാകൂ. അല്ലാതെ അദ്ദേഹത്തിന് തുടർന്ന് മുന്നോട്ട് പോകാനാകില്ല, അയോഗ്യത നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ രാജിക്ക് വേണ്ടിയുള്ള കൂടിക്കാഴ്ച തന്നെയാണ്, രാജിക്കത്ത് സമർപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്പീക്കർ ഓഫീസും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു ആശയവിനിമയം തന്നെയാണ് PV അൻവർ സ്പീക്കറുമായി നടത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് വളരെ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇവിടെ രാജി അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, രാജിവെച്ചു കഴിഞ്ഞാൽ നിലമ്പൂർ സീറ്റ് ഒഴിയുകയാണ്. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളം വീണ്ടും പോകുന്നു എന്ന സാഹചര്യം ഉണ്ടാകും. ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിൽ എന്തായിരിക്കും ആ പാർട്ടിയുടെ പങ്ക്, ആ പാർട്ടി ഏത് മുന്നണിയുടെ ഭാഗമാകും തുടങ്ങിയ ഒട്ടേറെ ചർച്ചകൾക്ക്, രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി തുറക്കുന്നതാണ്. ഏതായാലും LDFുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിരിക്കില്ല തൃണമൂൽ കോൺഗ്രസ്. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായാണ് CPMും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും എല്ലാം നിൽക്കുന്നെങ്കിൽ പോലും കേരളത്തിൽ വ്യത്യസ്തമായ സാഹചര്യമാണ്. കോൺഗ്രസും CPMും LDFും രണ്ടായി നിൽക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു പുതിയ പാർട്ടി കൂടി, അതിന് ഒരു പേരെടുത്ത് പറയാൻ തക്കതൊരു നേതാവ് വരുന്നു. അപ്പോൾ ആ തരത്തിലേക്ക് കേരള രാഷ്ട്രീയം മാറുന്നു. അവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി എന്ന പ്രസ്ഥാനം അവർ കൂടുതലും അൻവർ UDFിലേക്ക് സഹകരിക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയായിരിക്കാം ഇതിനെ കാണുന്നത്. കാരണം UDFിലേക്ക് കടക്കാനുള്ള അൻവറിൻ്റെ ശ്രമങ്ങളെല്ലാം തന്നെ അദ്ദേഹം പാണക്കാട് തങ്ങളെ പോയി കണ്ട് അത്തരം നീക്കങ്ങളെല്ലാം നടത്തിയെങ്കിലും കോൺഗ്രസിനകത്ത് അൻവറിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ തികച്ചും രണ്ട് അഭിപ്രായം തന്നെയാണ്. അൻവറിനെ സ്വീകരിക്കേണ്ട എന്ന അഭിപ്രായമാണ് പ്രബലമായി ഉണ്ടായിരുന്നത്. കാരണം പ്രതിപക്ഷ നേതാവെല്ലാം അത്തരം ഒരു നിലപാടിലായിരുന്നു. കാരണം മുൻകാലങ്ങളിൽ അൻവർ UDFിനും UDF നേതാക്കൾക്കുമെതിരെ, കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ തൊടുത്തുവിട്ട ആരോപണങ്ങൾ അതെല്ലാം നിലനിൽക്കുന്നു. അതെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് അൻവറിന് വേണമെങ്കിൽ ഒരു പക്ഷേ UDFിൻ്റെ ഭാഗമാകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കുക, പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിക്കുക, എന്തിന് ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആലത്തൂരിൽ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFിന് എല്ലാ തരത്തിലുമുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയ ശേഷം പിന്നീട് UDFിലേക്ക് വരണമെന്ന അൻവറിൻ്റെ മോഹങ്ങൾക്ക് കോൺഗ്രസ് തടയിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരുമിച്ചിരുന്ന് ഒരു അഭിപ്രായത്തിലേക്ക് എത്താൻ പോലും കോൺഗ്രസിന് സാധിച്ചില്ല. അൻവർ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ എല്ലാം കാണാനുള്ള ഒരു പ്ലാനുമായാണ് ഇവിടെ വന്നത്. പക്ഷേ രമേശ് ചെന്നിത്തലയെ ഒറ്റയ്ക്ക് കാണാനുള്ള നീക്കം നടത്തി. പക്ഷേ ചെന്നിത്തല ഒറ്റയ്ക്ക് കാണാൻ തയ്യാറല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിച്ചു. മുതിർന്ന നേതാക്കൾക്ക് ഒരുമിച്ചിരുന്ന് കാണാനുള്ള സാഹചര്യവും നിലവിൽ കോൺഗ്രസിനകത്ത് ചെറിയ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം, അതായത് അൻവറിനെ സ്വീകരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ സമന്വയം കോൺഗ്രസിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFിലേക്കുള്ള വാതിൽ അടഞ്ഞിരിക്കുന്ന അവസരത്തിൽ മറ്റൊരു വഴിയിലൂടെ UDFിലേക്ക് ഒരു പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ പ്രവേശിക്കാനുള്ള ഒരു വഴിയായിട്ടായിരിക്കാം ഒരുപക്ഷെ അൻവർ തൃണമൂൽ കോൺഗ്രസിനെ കാണുന്നത്. ആദ്യം DMK എന്നൊരു ഡെമോക്രാറ്റിക് കേരള മൂവ്മെന്റ് കേരള എന്നൊരു ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. അത് രാഷ്ട്രീയ പാർട്ടി ആയില്ല. അത് പക്ഷേ തമിഴ്നാട്ടിലെ DMKയുമായി അതിനൊരു സഹകരണം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിനുശേഷം അൻവർ സമാജ്വാദി പാർട്ടിയിൽ പോകാനൊരു നീക്കം നടത്തിയിരുന്നു. അവിടെയും ചില തടസ്സങ്ങൾ വന്നു. അങ്ങനെ ഒടുവിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറുന്നത് അദ്ദേഹം. അപ്പോൾ ഒരു പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസ്സുകാരനായി മാറുന്ന PV അൻവർ ഇപ്പോൾ 10 മണിക്ക് ശേഷം ഉണ്ടാകും. കാരണം അദ്ദേഹം നിയമസഭാ അംഗത്വം രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ അക്കാര്യങ്ങളിൽ ഒരു വ്യക്തതക്കുറവില്ല. കാരണം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് പാർട്ടി നേതാവായി മാറുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിന്റെ കോർഡിനേറ്ററായിട്ട് പ്രധാനപ്പെട്ട കാര്യം പ്രശാന്ത്, അതായത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ എത്രമാത്രം ശക്തമാണ്, അതിന്റെ കോർഡിനേറ്ററായിട്ട് അദ്ദേഹം ചുമതലയേൽക്കുന്നതാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നമുക്കറിയാം, കൂടെയുള്ളത് മനോജാണ്. പഴയ കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗത്തിന്റെ നേതാവായി നമ്മൾ കണ്ടിട്ടുള്ള ആളാണ്. അങ്ങനെ പല പാർട്ടികളിൽ നിന്നുള്ള നേതാക്കന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ടാണോ PV അൻവർ ഇവിടെ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇന്നലെ അദ്ദേഹം ടെലിഫോണിൽ പറഞ്ഞ എല്ലാ അസംതൃപ്തരെയും ക്ഷണിക്കുന്നതെന്നാണ്. അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അതിനുള്ള ശ്രമമായിരിക്കും അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ മനോജിന്റെ കാര്യം എടുത്തു. മനോജ് കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹം കുറെ കാലമായി പ്രത്യേകിച്ച് ഒരിടത്തും ഒരു റോളില്ലാതെ നിൽക്കുകയായിരുന്നു. ആ അവസരത്തിലാണ് മനോജിനെ ഈ DMK എന്ന പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി
പി വി അൻവർ വിളിക്കുകയും അദ്ദേഹം മനോജിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതിരിക്കുന്ന അവസരമായിട്ട് മനോജ് കൂടെ ചേരുകയും ചെയ്തു. ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സായി പി വി അൻവർ മാറുമ്പോൾ മനോജിന് അതിനകത്തൊരു റോള് കാണും. പക്ഷേ എത്രത്തോളം പി വി അൻവറിന് കേരള രാഷ്ട്രീയത്തിലെ യു ഡി എഫിലെ എൽ ഡി എഫിലുമുള്ള എത്രത്തോളം അല്ലെങ്കിൽ ബി ജെ പിയിലേക്കും ഉള്ള മുതിർന്ന എത്ര നേതാക്കളെ തലയെടുപ്പുള്ള നേതാക്കളെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അവരുടെ ഒരു നയം അനുസരിച്ച് തദ്ദേശ ഇലക്ഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ വയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവർ അത്തരം ഒരു രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനവുമാണ്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത 6 മാസത്തിനകത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയാണ്. പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു പരീക്ഷണം നടക്കാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന് എന്താണ് കേരള രാഷ്ട്രീയത്തിലുള്ള പ്രസക്തി എന്നത് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയുമോ എന്നതാണ്. ഏതായാലും അതെല്ലാം ഇനി അദ്ദേഹം തന്നെ 10 മണിക്ക് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിലമ്പൂർ നിയമസഭ എന്ന് പറയുമ്പോൾ ടി കെ ഹംസ പണ്ട് ഒന്ന് ജയിച്ചു തൊഴിച്ചു കഴിഞ്ഞാൽ ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞ കോൺഗ്രസിലെ അതികായനായ നേതാവ് തുടർച്ചയായിട്ട് 3 പതിറ്റാണ്ട് MLA ആയിരുന്നിട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ. ആ നിലമ്പൂരാണ് 6 സ്വതന്ത്രന്മാരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നു CPM. ആ 6 പേരിൽ ഒരാളാണ് പി വി അൻവർ, മറ്റൊന്ന് വി അബ്ദുറഹ്മാനാണ്, റസാഖുണ്ട്. അങ്ങനെ 6 പേരുമായി എത്തുന്നു. ആ 6 പേരെ വെച്ചിട്ട് ഈ കോട്ട പൊളിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂര് പി വി അൻവർ ജയിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമോ അതോ പി വി അൻവർ മത്സരിക്കുമോ? ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞാണ് കഴിഞ്ഞ 9 വർഷം മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴാണോ ഈ വന ഭേദഗതി നിയമടക്കാലിൽ പ്രശ്നങ്ങളിലേക്കൊക്കെ പ്രതികരിക്കുന്നത്? ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. അപ്പോൾ ആ ഒരു എതിർപ്പ് അവിടെ പ്രകടമാണ്. അപ്പോൾ അതിനെ കണക്കിലെടുത്ത് എങ്ങനെ ഇദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് നേരത്തെ പി വി അൻവറിന്റെ പ്രതികരണമാണ് പറഞ്ഞിരുന്നില്ല എങ്കിലും പി വി അൻവറും ഇപ്പോൾ സ്പീക്കറെ കാണുവാൻ വേണ്ടി പി വി അൻവർ നിയമസഭയിലെത്തി. സ്പീക്കർ ഇപ്പോൾ അവിടെ മറ്റൊരു ചടങ്ങ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുസ്തകോത്സവം നടക്കുന്നു. അതിന്റെ തിരക്ക് കൂടിയാണ്. സ്പീക്കർ ഷംസീറിനെ കാണുവാൻ വേണ്ടി എത്തുകയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും ദിവിഷ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ. അൻവർ രാജിവെച്ച് മാറേണ്ടി വരും. കാരണം 2017 രാജ്യത്ത് സമാനമായ രീതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയോഗ്യത വരാൻ ഇരുന്നത്. അന്ന് ഇതേ രീതിയിൽ തന്നെ JDU നിന്ന് വിട്ടുപോകുന്ന സമയത്ത് മാറി നിന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സ്പീക്കറെ കണ്ട് രാജി സമർപ്പിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാത്തതാണെങ്കിൽ ഇടത് സ്വതന്ത്രനായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പി വി അൻവറിന് തുടരാൻ സാധിക്കില്ല. അയോഗ്യത വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യവും ബുദ്ധിമുട്ടായി പോകും എന്ന് മാത്രമല്ല അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ അൻവർ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ അതോ സംസ്ഥാന അധ്യക്ഷൻ എന്ന പാർട്ടിയുടെ മുഴുവൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കാം, അൻവറിന് MLA അല്ലാതിരിക്കാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലെ വലിയ പാർട്ടിയൊന്നുമില്ല. പാർട്ടി അധ്യക്ഷനായി